Welcome back, viewers. Welcome back to Comedy Masters, and here we have Prajeesh from Adoor. Hi, Prajeesh. നമ്മുടെ സ്വന്തം പ്രജീഷാണ്. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവന്നാണ് പ്രജീഷിന്. ഈ പ്രജീഷിനെ കഷ്ടപ്പെട്ട് എവിടെന്നാ കൊണ്ടുവന്നേക്കുന്നത്? അടൂരിന്ന്. അടൂരിലെ പ്രജീഷ്. അടൂരിൽ എന്നായിരുന്നു ചെയ്തോണ്ടിരുന്നത് പ്രജീഷ്? ഞാൻ അടൂരല്ല, എന്റെ സ്ഥലം അടൂരാണ്. ഞാൻ വർക്ക് ചെയ്യണത് കൊച്ചി ഇൻഫോ പാർക്ക്. അങ്ങനെയായിരുന്നു ഞാൻ പരിചയം. ഞാൻ ചായ കുടിക്കാൻ നമ്മൾ ആ മറ്റേ ഇൻഫോ പാർക്കിന്റെ പഴയ ടെക്നോ പാർക്കാ. അപ്പൊ കോടതി അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇൻഫോ പാർക്കിന്റെ അവിടെ വെച്ചായിരുന്നു നമ്മള് കണ്ടത്. ഞാൻ ഓർക്കുന്നു. ശരി, അവിടെ എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ ഈ സ്പോട്ട് ഡബ് ഒക്കെ പോലെ എന്തോ ഒരു ഡബിങ്ങിന്റെ വോയിസ്, അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രണയം തോന്നുന്ന രീതിയിലുള്ള വോയിസുകളൊക്കെ ഇങ്ങനെ എടുത്ത് സംസാരിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എന്നെ മനസ്സിലായോ? ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എലീന പടിക്കൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ്, കൂടെ പോരുന്നോന്ന് ചോദിച്ചു. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് വരാം. ഞാനായോണ്ടെന്നല്ല, കോമഡി മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. പ്രജീഷ്, അപ്പൊ ഇന്ന് ഒരു എത്ര വോയിസുകൾ എടുക്കുന്നുണ്ടാവും? ഏകദേശം 3-4 ശബ്ദങ്ങളുണ്ട്. അതൊരു തീം ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇന്ന് എന്നെ തീം എടുത്തേക്കുന്നേ? തീം പ്രണയമാണ്. അപ്പോ ഒരു പ്രണയത്തിന് കുറെ സ്റ്റേജുകളുണ്ട്. നമ്മൾ ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ചിലപ്പോൾ നമ്മൾ വൺ സൈഡ് ലവ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു സീനുണ്ട്. പ്രണയത്തിൽ ഉള്ള ഒരു സമയമുണ്ട്. അപ്പോൾ എല്ലാ പ്രണയങ്ങളും അത് സക്സസ് ആവാറില്ല, ചിലത് ബ്രേക്കപ്പ് ആവാറുണ്ട്. അപ്പോൾ ബ്രേക്കപ്പ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ വിട്ടുകൊടുക്കലും പ്രണയത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഏതവസ്ഥയിലൂടെയാണ് താങ്കൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ തീരെ പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ പ്രജീഷേ, എത്ര തേപ്പ് കിട്ടിയിട്ടുണ്ട്? അതെന്താ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നും പറയാലോ. അപ്പൊ എത്ര തേപ്പ് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്? അല്ലല്ല, വിട്ടു കൊടുക്കുമായിരുന്നു ചെയ്തത് ആ പ്രണയം. പ്രണയത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വിട്ടുകൊടുത്തോ പോട്ടെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ആ 3 സ്റ്റേജസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിനിമ ഡയലോഗുകൾ കേൾക്കാം. ആദ്യം നമുക്ക് പ്രൊപ്പോസൽ. ഓക്ക് മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ആയിഷ, ആയിഷ, സോറി, അല്ലെങ്കിൽ രാത്രി ഒന്നും പേടിപ്പിക്കരുതില്ല. വീട്ടിൽ നിൽക്കാനിരിക്കും മല്ല. ചതിക്കാൻ നടക്കുമ്പോ കൈകൾ വരയ്ക്കും. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ള പെണ്ണെ ഞാൻ എന്റെ ജീവിതത്തിൽ കളേശ എന്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ നോക്കലേശ മരിച്ചു. ഭയങ്കര ആശ്വാസം. എന്താ പറയാ, 14 ദിവസം ഭക്ഷണം കേടാറുമ്പിൽ ചിക്കൻ മേടിച്ച എന്നായിരിക്കും അതേ പിന്നെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണുറക്കമില്ലാതെ ഒരു 100 കൊല്ലം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനിക്ക്. അങ്ങനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പോകുന്നു. വീട്ടിറങ്ങുന്നതിന് തല്ലിന് മുമ്പ് ഞാൻ പറയാം. ഇപ്പൊ ഒന്നും പറയണ, കുറെ ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടം മാത്രം പറയാൻ മതി. എന്റെ ലൈഫിൽ ഇതിനേക്കുള്ള ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കാൻ ഇത്ര ലേറ്റ് ആയി പോയി. ഒരു കാര്യമില്ല, നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരാവശ്യമില്ല, നിന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിന്റെ വാല്യൂ എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നീ കാരണം എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിച്ചപ്പോ ആ സന്തോഷം എൻ്റെ ലൈഫിൽ വേണമെന്ന് തോന്നി. ഇന്നലെ രാത്രി എൻ്റെ സൗണ്ട് കേട്ടപ്പോ അതെല്ലാം ഞാൻ ഓടി വന്ന് നിന്നെ കാണാൻ. ഞാനല്ലേ, ഞാനിങ്ങനല്ലേ, നിനക്കറിയില്ല. എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോഴല്ല പറയേണ്ടത്. ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നപ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ലൈഫിൽ നീ ഉണ്ടോന്നും അറിയില്ല. പക്ഷെ നിന്നെ അവരോട് മിസ് ചെയ്യും, എന്റെ കോൾസ് ചെയ്യും, മിസ് ചെയ്യും, നേരിട്ടായിട്ട് മിസ് ചെയ്യും. ലവ് യു. ഒരല്പം മനസാക്ഷിയുള്ള ഏതൊരു പെൺകുട്ടി
പകരം പറയുന്നത് ഇതൊക്കെയാണ്. നിന്റെ കൂടെ കറങ്ങാൻ ഇഷ്ടമാണ്, നിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഇഷ്ടമാണ്, നീ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ നിന്നെ മാത്രം ഇഷ്ടമല്ല. നീ ആരെ കിട്ടിയാലും അയാളെ ലക്കിയായിരിക്കും. എന്നാ പിന്നെ ലക്കികൾ നിനക്കായിക്കൂടി. എന്താ ലൈഫിലേക്ക് ഭാഗ്യം വരുന്ന ഇഷ്ടമല്ലേ? ബാലൻ, ഞാൻ രാഹുലിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ബാലൻ വിളിച്ച് കൊച്ചാകല്ലേ? എനിക്കെന്താ ഒരു കുറവ്? ബുദ്ധിയില്ലേ? സൗന്ദര്യം? ദർശന 4 വർഷം നമ്മളിവിടെ ഉണ്ടാവും. ഒരുമിച്ച് കൂട്ടിയ ഹോളിഡേസ് ഒക്കെ എൺപത് ദിവസം അല്ലിപ്പോൾ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയുന്നതിൽ പിന്നീട് ആലോചിച്ചിട്ട് എനിക്ക് താല്പര്യമില്ല. So I'm coming straight to the point. I'm crazy about you. I fell in love with the minute I saw you. എനിക്കെന്നെ കുറിച്ച് എന്താ ഫീൽ എനിക്ക് താല്പര്യം. പൊക്കം കൊടുത്തതല്ല, നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ നല്ല പൊക്കമുണ്ടെന്ന് പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്പലത്തിലെ ചുവർ ചിത്രം കണ്ടിട്ടില്ലേ? ദൈവങ്ങൾക്ക് പിശാചുകൾക്കും എല്ലാം പൊക്കം ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ പുരുഷ സൗന്ദര്യം പൊക്കമില്ലായ്മയാണ്. അല്ലേ രാധേ? ഗജേട്ടനെന്താ ഇവിടെ? നിനക്കൊരു പൂ തരാൻ, എന്റെ സ്നേഹത്തിന്റെ പൂ. ഇത് നമ്മുടെ കൃഷ്ണല്ലേ? ഞാൻ അറിയുന്ന പുരാണത്തിലെ കൃഷ്ണന് എന്റെ തോളറ്റ് വരെ പൊക്കമുള്ളൂ. കുട്ടിക്കാലത്ത് കൃഷ്ണൻ അത്രയുണ്ടോ? രാധേ, നീ എന്നെ വരയ്ക്കൂ, ഞാനല്ലേ നിന്റെ കൃഷ്ണൻ. ആ കൈ കൊണ്ട് എന്നെ ഒന്ന് വരയ്ക്കൂ. നിന്റെ മംഗലം കഴിക്കാൻ പോകുന്ന പുരുഷനല്ലേ ഞാൻ? കഴിച്ചില്ലല്ലോ. മംഗലത്തിന് മുൻപ് ഈ അറയിൽ കേറരുതെന്ന് അച്ഛന്റെ കൽപ്പന. ഹോ മാതുല, വെറും ഗജേന്ദ്രനല്ല, ചകച്ചാല കില്ലാടി ഗജേന്ദ്രൻ. സൂപ്പർ സൂപ്പർ. സൂപ്പർ. താങ്ക് യു. സൂപ്പർ. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അസാധ്യമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. വാട്ട് റിയലിസ്റ്റിക് മീൻസ് അവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നണേ ഉണ്ടായിരുന്നില്ല. നമുക്ക് തോന്നി ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ലിപ്സ് നോട്ട് ചെയ്തു. ബട്ട് ബിക്കോസ് എലി വാസ് സ്റ്റാൻഡിങ്, അതുകൊണ്ട് ഞാൻ ബിലീവ് ചെയ്യാണ്. അല്ലാതെ എനിക്ക് ഒരു ഡൗട്ട് മൂപ്പർ ജസ്റ്റ് ലിപ്പ് മാത്രമേ ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എന്നിട്ട് നമുക്ക് അടുത്ത് നിൽക്കുമ്പോ അറിയാലോ മൈക്കിൽ പറയുന്നത് അല്ലാണ്ട് കേൾക്കുന്നതും. അങ്ങനെ ആയിട്ടപ്പോഴാണ് ഞാൻ ഞെട്ടി തുടങ്ങിയത്. നിവിൻ പോളിയും ആസിഫ് പ്രണവും, പ്രത്യേകിച്ച് നിവിൻ പോളിയും പ്രണവും ഞാൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആരും ചെയ്യാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് അത് രണ്ടും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആരും കണ്ടിട്ട്. വാസ് വെരി ഗുഡ്. അവരുടെ ബ്രീത്തിങ് പോലും കറക്റ്റ് ആയിട്ട് ചെയ്ത് വിത്ത് ഇമോഷൻ. പെട്ടെന്ന് ഞാൻ അങ്ങ് ക്യാരക്ടറിലേക്ക് ആയി പോയി. പിന്നെ ആ സീൻ അവിടെ വെച്ച് നിന്നത് നീ പറഞ്ഞ നന്നായി. അതിനുശേഷം അവിടെ ഒരു പടമൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് വേറൊരു കഥാപാത്രത്തിന് അതായത് മോഡുലേഷൻ പെട്ടെന്ന് ഇത്ര പക്കാ ഫീല്. നിവിൻ പോളിയൊക്കെ ആ ബ്രീത്തൊക്കെ എടുത്തിട്ട് പറയുന്ന ഡയലോഗൊക്കെ അല്ല ഗംഭീരമായിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങള് നല്ല ആനിമേറ്റഡ് സിനിമാസ് എല്ലാം ഈ എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസ് എല്ലാം ഡബ് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് യു ഷുഡ് ഡബ്. ഡൂയിങ് എ ഫാന്റാസ്റ്റിക് ജോബ്. ഇത് എങ്ങനെയാ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? ഇത് ശരിക്കും ഞാൻ ഈ മിമിക്രിയുടെ ആ ഒരു വേദിയിലേക്ക് വന്നു തുടങ്ങിയത് വളരെ അടുത്ത് തൊട്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ തട്ടത്തിൻ മറിയത് തന്നെയായിരുന്നു ജസ്റ്റ് ഇമിറ്റ് ചെയ്ത് ആ പയ്യന്നൂർ കോളേജിന്റെ ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല റിയാക്ഷൻസ് ഉണ്ട്. ഫ്രണ്ട്സ് കളിയാക്കും ഓഫ് കോഴ്സ്, ബാക്കിയുള്ള ആളുകൾ നല്ല റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ട്രൈ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കുറച്ച് വന്നതാണ്. എന്നാ പിന്നെ മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന ആ പയ്യന്നൂർ കോളേജ് അല്ലേ? തീർച്ചയായും പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാനൊന്ന് മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനും അവളെ വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി വെളിന്റെയാണ്. നിവിൻചാന്റെ ഈ ആക്ഷൻ ഹീറോ ബിജു അതെന്തെങ്കിലും ചെയ്യോ? സാറേ, നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ പോകണം. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അതായത് പോലീസുകാരത്തില്ലേ എന്നാണ്. അപ്പോൾ സാർ എന്താ പറയും,
ഇങ്ങനെ അഥവാ നിന്നെ തല്ലിന്നു നിനക്ക് വേദനിച്ചു എന്നാണോ നീ പറഞ്ഞു, നിന്നെ തിരിച്ച് ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഡോക്ടറിന്റെ കാലിലല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ. വണ്ടിയിൽ വെച്ച് നിനക്ക് ഞാൻ കുറച്ചുകൂടെ മരുന്ന് തരും, എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തല്ലി താഴും. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസും എന്റെ പെള്ളിക്ക് വെച്ചു. അത് നീ ജീവനോടുണ്ടെങ്കിൽ മാത്രം. അതെ ബ്രോ, ശരിക്കും ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ഗേൾഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതേ ഫീലോട് എപ്പോഴെങ്കിലും സംസാരിച്ച് ഗേൾഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടോ സൗണ്ട് ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ ആ ഫീല് നല്ല രസമാണ് എപ്പോഴെങ്കിലും? സംസാരിക്കുന്ന സൗണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ്, അത്രേ ഉള്ളൂ. പയ്യന്നൂർ കോളേജിൽ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? അല്ല, നിലവിലിപ്പോ സിംഗിൾ ആണ്. ഞങ്ങളത് വിശ്വസിച്ചു. ഇതേപോലെ താരങ്ങളുടെ ശബ്ദമൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിക്കും. ആ ഷേപ്പുള്ള ആരെങ്കിലും കൂടെ അവരങ്ങ് പോകും. അല്ല മിമിക്രിയല്ല, പാട്ട് പാടിക്കൊടുക്കാറുണ്ടായിരുന്നോ? പാട്ട് പാടാറുണ്ട്. എനിക്ക് നമുക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ജിഗദണ്ഡ പറഞ്ഞ കൊച്ചി ബേസിൽ. വോക്കലിസ്റ്റ് ജിഗദണ്ഡ മ്യൂസിക് ബാൻഡ്. അത് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ടെക്കീസ് ആണ് ആ ബാൻഡില്, ഇൻസ്ട്രുമെന്റ്സും വോക്കൽസും എല്ലാം. അപ്പൊ നമ്മളുടെ ഫ്രീ ടൈം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുന്ന ഇടയിൽ തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരും ഇനി ഫ്രീ ടൈമില്. എന്നാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഷേക്കാനൊക്കെ തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാരും ഇരിക്കുന്നത്, അല്ലെ? അങ്ങനെ കെട്ടിപ്പിടിച്ച് ഷേക്കാൻ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ശ്വേത ചേച്ചിനെ വിളിക്കുന്നു. ആ ഒരു വാക്ക് പറഞ്ഞോണ്ട് മാത്രം ഞാൻ ശ്വേത ചേച്ചിനെ വിളിക്കുന്നു. അല്ലെങ്കിലും വിളിച്ച ബെഞ്ചിട്ട് വരത്തില്ല. ആണോ? ഉണ്ടാവത്തില്ല. ശ്വേത ചേച്ചി പ്ലീസ് ആയിന. ശ്വേത ചേച്ചി ലണ്ടൻ ക്ലാസിക്കിന് ഒരു കിടിലൻ സമ്മാനമാണ് പ്രജീഷിന് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുമ്പോൾ നിങ്ങളുടെ ആ ബാൻഡുമായിട്ട് വേണം വരാൻ വേണ്ടി. തീർച്ചയായും. ഓക്കെ.